പ്രിയമുള്ളവരെ, വയനാട്ടിലെ ദുരിതബാധിതരായ 105 കുടുംബങ്ങൾക്ക് മുസ്ലിം ലീഗ് പിരിച്ചെടുത്ത പണം കൊണ്ട് വീട് നിർമ്മിച്ചു കൊടുക്കുന്നതിൽ കേരള മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന് ഇപ്പോൾ വല്ലാത്തൊരു അസ്വസ്ഥതയും അസഹിഷ്ണുതയും എന്തൊക്കെ ഒരു പ്രയാസങ്ങളൊക്കെ പ്രകടമായി തുടങ്ങിയതായി കാണുന്നുണ്ട്. പിണറായി വിജയനോടും അദ്ദേഹത്തിൻ്റെ ഡയലോഗ് കേട്ട് കൈയടിച്ച് ആർമാദിക്കുന്ന അന്തംഗമികളോടും പറയാനുള്ളത്, മുസ്ലിം ലീഗ് എന്ന പാർട്ടിക്ക് പണം ജനങ്ങളോട് ചോദിച്ച് വാങ്ങാൻ അറിയാമെങ്കിൽ, ലീഗിനെ വിശ്വസിച്ച് ജനങ്ങൾ പണം തരുന്നുവെങ്കിൽ അത് എത്തിക്കേണ്ട അതിൻ്റെ യഥാർത്ഥ അവകാശികൾക്ക് കൊടുക്കാനും ലീഗിനറിയാം. ചൂരൽമലയിലെ മുണ്ടക്കൈയിലെ ദുരിതബാധിതർക്കുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ, അവരുടെ പുനരധിവാസം ത്വരിതഗതിയിലാക്കണമെന്ന് സർക്കാരിനോട് ലീഗ് എത്ര പ്രാവശ്യം ആവശ്യപ്പെട്ടതാണ്? സർക്കാരുമായി ലീഗ് എത്ര പ്രാവശ്യം ചർച്ച ചെയ്തതാണ്? സർക്കാരിൻ്റെ ഈ മെല്ലേപ്പോക്ക് കണ്ടപ്പോൾ ലീഗിൻ്റെ വഴിക്ക് സ്വന്തമായി ചെയ്യുമെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചതല്ലേ? സർക്കാരിൻ്റെ ലിസ്റ്റിലുള്ളവരെ തന്നെയല്ലേ ലീഗ് കണ്ടെത്തിയതും? ആ ചൂരൽമലയിലുണ്ടായ പ്രളയത്തിൻ്റെ ദുരിതം അനുഭവിക്കുന്ന അവിടുത്തെ ജനങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടി, അവരെ സഹായിക്കുന്നതിന് വേണ്ടി ജനങ്ങൾ ഏൽപ്പിച്ച 700 കോടിയിലധികം ബാങ്കിലിട്ട് അതിൻ്റെ പലിശയും വാങ്ങി ചെയ്യേണ്ടത് സമയോചിതമായി ചെയ്യാത്ത പിണറായി വിജയൻ്റെ സർക്കാരിൻ്റെ കഴിവുകേടിനെ ജനം തിരിച്ചറിയുന്നവരാണ്. അതുകൊണ്ടാണ് മുസ്ലിം ലീഗ് അവിടുത്തെ ജനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി മുസ്ലിം ലീഗിൻ്റെ ഫണ്ടിലേക്ക് പണം തരണേ എന്ന് പറഞ്ഞപ്പോൾ ഒരു സമാന്തര സംവിധാനമായി കേരളത്തിലെ ജനം ലീഗിനെ വിശ്വസിച്ചുകൊണ്ട് ലീഗിന് പണം നൽകിയത്. പിണറായി വിജയനെ പോലെ ജനങ്ങളോട് വിശ്വാസവഞ്ചന ചെയ്യാൻ കഴിയുന്ന പാർട്ടിയല്ല മുസ്ലിം ലീഗ്. അതുകൊണ്ടാണ് സർക്കാർ മെല്ലെപ്പോക്ക് സമീപനം സ്വീകരിച്ചപ്പോൾ ലീഗിൻ്റെ വഴി തിരഞ്ഞെടുത്തത്. പിണറായി വിജയൻ്റെ സർക്കാർ അവിടുത്തെ ജനങ്ങളെ കുഞ്ഞിരാമൻ കളി കളിപ്പിക്കുകയാണ്. ഇത് കേരള ജനത കാണുന്നുണ്ട്. ഇന്ന് പോലും അവിടുത്തെ ജനങ്ങളുടെ ശക്തമായ പ്രതിഷേധം നമ്മൾ കണ്ടു. തന്നിട്ടില്ലെങ്കിൽ ഞാൻ പെട്രോൾ അയച്ച് തീ കൊളുത്തും. തീർബന്ധിച്ച പ്രതിഷേധമാണ്. ഞാനൊരാള് പണിയെടുത്തിട്ട് വേണം 2 കുടുംബം പോറ്റാന്. എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റൂല. ഞാൻ പെട്രോൾ അയച്ച് തീ കൊളുത്തും ഉറപ്പായിട്ടും. ഞാൻ അതിന് തയ്യാറായിട്ടാ വന്നിട്ടുള്ളത്. ദുരന്തബാധിത ഒരാളാണ് ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. അതായത് ഈ 9,000 കെട്ടി ഞങ്ങൾ ആത്മഹത്യ ചെയ്യുന്ന ചെയ്യും. ഇതിന്റെ മുമ്പിൽ ഇവിടുന്ന് ഞങ്ങൾ പെട്രോൾ നൽകിയാ വന്നിരിക്കുന്നത്. ഇവിടെ ഞങ്ങൾക്ക് ഈ 9,000 കിട്ടിയാലും ഒരു ഉപകാരമാണ്. പേരിന് കുറച്ച് 9,000 കുറച്ച് ആൾക്ക് കയറ്റി, ബാക്കിയുള്ളവർ 3 വാർഡിനും കൂടിയാണ് എഫക്റ്റഡ് ഏരിയ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ പൈസ കയറ്റുമ്പോൾ ഇവർക്ക് അത് കാണുന്നില്ല. ഇവർ കുറച്ച് ആൾക്കാർ കയറ്റിട്ട് മറ്റുള്ളവർ ദൂരെ നമ്മൾ പോകുമ്പോൾ അതും ഇതും പറയാണ്. അപ്പൊ നമുക്ക് 9,000 കാരണം, വാടകയും കാരണം. വാടകരും കയറിയിട്ടില്ല. പണിയില്ല, ഒന്നില്ല, ഇരിക്ക ബുദ്ധിമുട്ടല്ലേ. അല്ല, ഈ സർക്കാർ എന്തിനാണ് 2 തട്ടിലേക്കാക്കുന്നത്? പിന്നെ ഒന്ന് പറയുന്നത് സർക്കാർ പറയുന്നു, ഞങ്ങൾ മന്ത്രി പറയുന്നു, മുഖ്യമന്ത്രി പറയുന്നു, ദുരന്തബാധിതർക്ക് എന്താ വേണ്ടത് കൊടുക്കാൻ പറയുന്നു. സർക്കാർ ഉദ്യോഗസ്ഥന്മാർ തടഞ്ഞു വെക്കുന്നു. ഏത് രാജ്യത്ത് ഇത് നടക്കുന്നത്? നടക്കുമോ? ഏതെങ്കിലും രാജ്യത്ത് നടക്കുക? ഒരു സർക്കാർ ഭരിക്കുന്ന സമയത്ത് സർക്കാർ കൊടുക്കാൻ പറഞ്ഞാൽ കൊടുക്കണ്ടേ? അല്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥരെ മാറ്റി നിർത്തണ്ടേ? ഇവർക്ക് തോന്നുന്ന ആൾക്കാർക്ക് കയറ്റാം, ഇവരോട് അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് കയറ്റാം. ഇത് ശരിയല്ല. ഇത് തീരുമാനമായിട്ടേ ഞങ്ങൾ പോളൂ. ഇത് തീരുമാനമായിട്ടേ ഇന്നിന് പോളൂ. ഞങ്ങൾ ഒരുപാട് സമരങ്ങൾ ചെയ്തിട്ടുണ്ട്, ചർച്ച ചെയ്ത് പോയിട്ടുണ്ട്. പക്ഷെ ഇത് ചർച്ച ചെയ്ത് പോകില്ല, തീരുമാനമായിട്ട്. പറഞ്ഞ വാക്ക് പാലിക്കണം വിജയ. അത് ചെയ്യാതെ മറ്റുള്ളവർ ചെയ്യുന്നതിൽ കുനിഷ്ട് കാണിച്ചിട്ട് കാര്യമില്ല. ആ പ്രദേശത്ത് ആ പ്രളയമുണ്ടായ ആ നിമിഷം മുതൽ ലീഗ് അവരോടൊപ്പം എങ്ങനെ നിലകൊണ്ടു എന്നതും ഏത് നിലക്കാണ് ദുരിതബാധിതരെ ചേർത്ത് പിടിച്ചത് എന്നും കേരളം കണ്ടതാണ്. അവിടുത്തെ ദുരിതബാധിതരായ സമൂഹം അത് അനുഭവിച്ചവരാണ്. തൽക്കാലം പിണറായി വിജയനിൽ നിന്ന് അതിൻ്റെയൊന്നും ഒരു സർട്ടിഫിക്കറ്റും മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമില്ല. ലീഗ് അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ചെയ്തു കൊടുത്ത പ്രവർത്തനങ്ങൾക്ക് അവിടുത്തെ ജനങ്ങൾ തരുന്ന ആ സർട്ടിഫിക്കറ്റ് മാത്രം മതി മുസ്ലിം ലീഗ് പാർട്ടിക്ക്.